അപ്പോൾ ഞാനിവിടെ ഇവിടെ തൊട്ടിട്ട് 19 റൗണ്ട് ഈ സെയിം കളറ് ഫ്രോക്കിൻ്റെ കളർ ഏതാണോ ആ കളർ യാണ് വെച്ചിട്ട് 19 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 25 റൗണ്ടാണ് ഉണ്ടാവുക. ഇവിടുന്ന് ഇങ്ങനെ എണ്ണിയാൽ നമ്മൾ 19 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്തതാണ്. ഒരു പീസ് നമ്മൾ യാണ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ ഞാൻ ഒന്നുകൂടി സെയിം ഒന്നും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യുന്നില്ല. അത് വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ലെഗിൽ നമ്മൾ ഒരു റൗണ്ട് 19 റൗണ്ട് കഴിഞ്ഞാൽ ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, അല്ല അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക ഫസ്റ്റ് വണ്ണിന്. സെക്കൻഡ് വണ്ണിൽ നമ്മൾ പിന്നെ യാണ് കട്ട് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ 19 റൗണ്ട് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ലെഗ് എടുത്തിട്ട് അതിന് മുന്നേ നമ്മൾ ഫൈബർ ഫില്ല് കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമുക്ക് ഇത്ര തുണി കഴിഞ്ഞാൽ ഫൈബർ ഫില്ല് കൊണ്ട് നമ്മൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിലും ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫുൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് എനിക്ക് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഫുൾ ചെയ്യുമ്പോൾ പിന്നെ നിറയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് ആകുമ്പോൾ പകുതി ആകുമ്പോൾ ഈ ഷൂവിൻ്റെ ഭാഗം നിറച്ച് കൊടുക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്കിങ്ങനെ കുറച്ച് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നാൽ പിന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ 2 കാലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്യലാണ്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഒന്നിന് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്, ഒന്നിൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ 19ാമത്തെ റൗണ്ട് ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് 3 ചെയിൻ ചെയ്ത് കൊടുക്കാം. 1 2 3. ഞാനിവിടെ 3 ചെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ചെയിൻ 1 ചെയ്ത സ്പേസ് ഉണ്ടല്ലോ, ചെയിൻ 1 ചെയ്തിട്ട് നമ്മൾ യാണ് കട്ട് ചെയ്ത സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ലെഗ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുക കറക്റ്റാണോ നമ്മൾ ചെയ്തതെന്നൊക്കെ. അതിന് ശേഷം നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ഈ ഒരു കാല് മുഴുവനും ഈ റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കുക. 1 2 കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ഇങ്ങനെ ചെയ്യുക. ചുറ്റിലും ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. നമ്മൾ 2 കാലും ജോയിൻ ചെയ്തതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ബോഡി പാർട്ടാണ് കേട്ടോ. ബോഡിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ബോഡി പാർട്ടാണ്. ഫസ്റ്റ് ലെഗിൽ ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഈ ലെഗിൻ്റെ സ്റ്റിച്ചസ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കുള്ളത് ഈ ഒരു ചെയിൻ 3 ചെയ്ത ആ ഒരു സ്പേസാണ്. അപ്പോൾ അതിലും ചെയിൻ 3യിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ചെയിൻ 3യിൽ ഓരോന്ന് ചെയ്യുമ്പോൾ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെയിൻ 3യിലും ഞാൻ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമുക്ക് ഓരോ ചെയിനിലും നേരത്തെ ചെയ്ത പോലെ തന്നെ മറ്റേ കാലിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു അടുത്ത കാലിൽ മുഴുവനും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക.
അങ്ങനെ ഞാൻ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ഈ റൗണ്ട് മുഴുവൻ ചെയ്തിട്ട് നമ്മൾ 3 ചെയിൻ ചെയ്ത ആ ഒരു സ്പേസ് എത്തിയിട്ടുണ്ട്. ഇനി ആ 3 ചെയിനിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3. അപ്പം നമ്മൾ ഫസ്റ്റ് ലെഗ് ചെയ്ത സമയത്തും 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, ഇവിടെയും ചെയ്തു. അങ്ങനെ നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ഈ ഒരു ചെയിനിൽ നമ്മൾ ചെയ്തത്. 3 ചെയിൻ ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ചെയിനിൽ. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലെഗ് ഇവിടെ ജോയിൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം അടുത്ത റൗണ്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു റൗണ്ട് മുഴുവൻ എത്തിയിട്ടിട്ട് ഇനി അടുത്ത റൗണ്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു സിംഗിൾ ക്രോഷേയിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇതിൽ 12 സ്റ്റിച്ചും ഇതിൽ 12 സ്റ്റിച്ചും, അപ്പോൾ 24 സ്റ്റിച്ച്. പിന്നെ നമ്മൾ 3 എണ്ണം ഇവിടെ മുന്നിലും ഈ 3 ചെയിൻ ചെയ്ത് അവിടെ 6 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 12ഉം 24ഉം 6ഉം 30. അങ്ങനെ ടോട്ടൽ നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുന്നത് കേട്ടോ ഈ റൗണ്ടിൽ. അപ്പോൾ ഇനി ഈ റൗണ്ട് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഒന്ന് നമ്മൾ ഓൾറെഡി ചെയ്തു. 1 2 3 4 5 6 7 8 9 10 11 12. 12 സ്റ്റിച്ചാണ് നമുക്ക് ഈ ഒരു കാലിൽ കിട്ടുക. ഇനി 3 സ്റ്റിച്ച് നമ്മൾ ഇവിടെ ചെയ്ത് അവിടെ ഉണ്ടാവും. 3 ചെയിൻ ചെയ്ത് അവിടെ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അപ്പോൾ 12ഉം 3ഉം 15ആയി. ഇനി വീണ്ടും 16 17 18 19 20 21 22 23 24 25 26 27 28. എൻ്റെ യാണും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ യാണൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് സെയിം കളർ യാണായതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു നോട്ടിട്ട് കൊടുത്താൽ മതി. 28 29 30. അപ്പോൾ ഈ റൗണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയപ്പോൾ 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത റൗണ്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ റൗണ്ട് 43 മുതൽ 48 വരെ 6 റൗണ്ട്. ഇപ്പോൾ ഒരു റൗണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി ഒരു 5 റൗണ്ടും കൂടി നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞു. ഒരു സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ ബോഡി പാർട്ടിൻ്റെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓരോ റൗണ്ടും കൗണ്ട് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവുക. 1 2 3 എന്നാണ് കൗണ്ട് ചെയ്യുക. അതിന് 30 സ്റ്റിച്ച് കിട്ടണം. ഇങ്ങനെ ഇവിടുന്ന് പിന്നെ വീണ്ടും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക.
അങ്ങനെ നമ്മൾ ഒരു 4 റൗണ്ടും കൂടി, ടോട്ടൽ 6 റൗണ്ടാണ് വേണ്ടത്. നമ്മളിപ്പോൾ 2 റൗണ്ട് ചെയ്തു. ഇനി ഒരു 4 റൗണ്ടും കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം ഞാനിവിടെ 6 റൗണ്ട് 1 2 3 4 5 6 6 റൗണ്ട് ചെയ്തിട്ടുണ്ട്. 7 റൗണ്ട് ഞാൻ ചെയ്തു. പിന്നെ 6 റൗണ്ടായാലും കുഴപ്പമില്ല. ഞാനിവിടെ 7 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ലൂപ്പ് ബാക്ക് ലൂപ്പ് ഉണ്ടല്ലോ, ആ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ ബാക്ക് ലൂപ്പ് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പ് ഇവിടെ ഇങ്ങനെ ഒരു ലൈനായിട്ട് നമുക്ക് കാണാം. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ 30 സ്റ്റിച്ചാണ് നമുക്ക് ഈ റൗണ്ടിലൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ കണ്ടോ, ഒരു ലൈന് പോലെ അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് മുഴുവനും അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഓരോ ചെയിനിലും ഓരോ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ട് ലൂപ്പ് ലൈനായിട്ട് ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അടുത്ത റൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ട് നമ്മൾ 6 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 6 സിംഗിൾ ക്രോഷേ ആദ്യം ചെയ്യുക. 1 2 3 4 5 6 നമ്മൾ 6 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പും അടുത്ത ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. യാണോ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഇൻവിസിബിൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 14 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 14 ചെയിനിൽ കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 ചെയിനിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയിന് ഡിക്രീസിങ് ചെയ്യാണ്. അടുത്ത ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും തൊട്ടടുത്ത ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഇനി ടോട്ടൽ നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ബാലൻസ് ഉണ്ടാവും. ആ 6ലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് നമുക്ക് ബാലൻസ് ഉണ്ട്. ആ 6ലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 28 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഇനി അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അതിൽ അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്യുക, 28 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1 ഓൾറെഡി ചെയ്തു. 2 3
4 5 അങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് ഇവിടെ വരെ എത്തുക. അപ്പോൾ എത്തുമ്പോൾ നമുക്ക് 28 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടണം. 22 23 24 25 26 27 28. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ഈ റൗണ്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 28 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത നമ്മൾ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിന് നമ്മൾ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഈ റൗണ്ടിൽ 7 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ ഓൾറെഡി ചെയ്തു. 1 2 3 4 5 6 7 7 എണ്ണത്തിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ അടുത്തതും 8 9 സ്റ്റിച്ച് നമ്മൾ ഡിക്രീസിങ് ചെയ്യാണ്. ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഇനി 10 എണ്ണത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. 10 എണ്ണത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. 11 12 സ്റ്റിച്ച് നമ്മൾ ഡിക്രീസിങ് ചെയ്യുക. ഇനി നമുക്ക് 7 സ്റ്റിച്ച് ബാലൻസ് ഉണ്ടാവും. 7 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് 26 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിലൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ റൗണ്ട് മുതൽ 5 റൗണ്ടിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇനി 5 റൗണ്ടിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 26 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. പിന്നെ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് 5 റൗണ്ടും കൂടി ചെയ്ത് കൊടുക്കുക. 1 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. 26 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ 5 റൗണ്ടും കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 5 റൗണ്ടും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റിൽ സ്റ്റഫ് ചെയ്യണം, അല്ലെങ്കിൽ കാലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു കളിക്കും. അപ്പോൾ കാലിൻ്റെ ആ ഭാഗത്ത് ജോയിൻ ചെയ്യുന്ന ഭാഗത്തൊക്കെ നല്ലോണം നമുക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം സ്റ്റഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാണ്. അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം.
ഈ റൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് 7 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഓൾറെഡി 1 ചെയ്തു. 2 3 4 5 6 7 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ബാക്ക് ലൂപ്പ് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. നമുക്ക് 10 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 10 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഇനി ബാലൻസ് വരുന്ന 5 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 4 5 5 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇത് നമ്മൾ അടുത്ത 3 റൗണ്ടിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ റൗണ്ടിലും 24 സ്റ്റിച്ച് ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് മാർക്കർ വെക്കാൻ മറക്കരുത്. സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം, അങ്ങനെ 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടണം. അതിന് നമ്മൾ ഒരു ഫസ്റ്റ് 3 റൗണ്ടും കൂടി ചെയ്ത് കൊടുക്കുക. അത് ഒരു റൗണ്ടാണ്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയാൽ 2 റൗണ്ടും കൂടി, അങ്ങനെ 3 റൗണ്ട് ടോട്ടൽ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 4 റൗണ്ട് കൂടി ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് വീണ്ടും സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ റൗണ്ട് ചെയ്യുന്നത് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 1 ഓൾറെഡി 1 ചെയ്തു. 1 2 3 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ 4ാമത്തേൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തേൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രോഷ്യ ആണ്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഇനി നമ്മൾ ചെയ്യുന്നത് സിംഗിൾ ക്രോഷ്യ 3 ടുഗദർ ആണ്. അപ്പോൾ ആ 3 ടുഗദർ ചെയ്യുന്നത് നമ്മൾ സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ 2 എണ്ണത്തിലാണ് നമ്മൾ ഡിക്രീസിങ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 3 ടുഗദർ എന്ന് പറയുമ്പോൾ 3 സ്റ്റിച്ച് നമ്മൾ യൂസ് ചെയ്യണം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, തേർഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ഫീൽ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ അതാണ് സിംഗിൾ ക്രോഷ്യ 3 ടുഗദർ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. 1 ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ 2 ചെയിനിലാണ് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്യുക. ഇനി 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 3 ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഒരു ഡിക്രീസിങ് ചെയ്യുക. ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ 2 ലൂപ്പ് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ
സിംഗിൾ ക്രോഷേ 3 ടുഗദർ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 എന്ന് പറയുമ്പോൾ 3 ലൂപ്പ് യൂസ് ചെയ്യണം. 1 2 3 3 സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. yarn over ചെയ്യുക, 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പം 3 ടുഗദർ ചെയ്തു. ഇനി നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ റൗണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇത് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ റൗണ്ടിലും നിങ്ങൾ ഫസ്റ്റ് തന്നെ സ്റ്റിച്ചസ് എഴുതി വെച്ചതിന് ശേഷം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റിച്ചസ് ഡിക്രീസിങ്ങും ഇൻക്രീസിങ്ങും ഒക്കെ ഉണ്ട്. അപ്പം എഴുതി വെക്കാതെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ സ്റ്റിച്ചസ് ഒക്കെ എഴുതി വെച്ചതിന് ശേഷം വർക്ക് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 1 ചെയ്തു. 2 3 4 5 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി സിംഗിൾ ക്രോഷേ 3 ടുഗദർ ആണ് ചെയ്യുന്നത്. അപ്പോൾ 3 ടുഗദർ ചെയ്യാൻ 3 സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പാണ് യൂസ് ചെയ്യുക. അതൊന്ന് എഴുതി വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എളുപ്പം ഉണ്ടാവും. 3 സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, yarn over ചെയ്യുക, 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇനി വീണ്ടും നമ്മൾ 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ബാലൻസ് 3 ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സിംഗിൾ ക്രോഷേ ഡിക്രീസ് 3 ടുഗദർ ചെയ്ത് കൊടുക്കുക. 3 ലൂപ്പും സ്റ്റിച്ചസിൻ്റെ 3 ലൂപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആദ്യം yarn over ചെയ്യുക, 3 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക, yarn over ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഒരു അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമുക്ക് 12 സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇന്ന് കുറച്ച് സ്റ്റഫൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഹെഡിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ സ്റ്റിച്ചസ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ ഫുൾ കാണാം, ഒരു ബുക്ക് എടുത്തിട്ട് ഓരോ സ്റ്റിച്ചസ് ഇവിടെ നിന്നൊക്കെ ഒരുപാട് സ്റ്റിച്ചസ് ഡിക്രീസിങ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ റൗണ്ടും ആ ഒരു സ്റ്റിച്ചസ് ഞാനിവിടെ മുകളിൽ എന്തൊക്കെ ഓരോ റൗണ്ടിൽ എത്ര സ്റ്റിച്ചസ് ഉണ്ടെന്ന് അവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം
നിങ്ങൾ വർക്ക് ചെയ്യുക കേട്ടോ. അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിച്ചസ് ഒക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. ബിഗിനേഴ്സിനോടാണ് ഞാൻ ഈ പറയുന്നത്. ഓൾറെഡി ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോഡി പാർട്ട് നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് ഹെഡ് ചെയ്യാൻ നമ്മൾ കളർ ചേഞ്ച് ചെയ്യണം.